നിർമ്മൽ എബ്രഹാം, നോക്കൂ, ഇവിടെ ഇപ്പോൾ ട്രംപ് പറയുന്നു ഈ സമാധാന കരാർ അവിടെ തന്നെയുണ്ട്, ഹമാസ് ഈ കരാർ നടപ്പിലാക്കാൻ പ്രതിജ്ഞാബദ്ധമാണ്. അക്കാര്യം ഇൻഡയറക്ട്ലി അവർ നടക്കുന്ന ചർച്ചകളിൽ ഹമാസ് തന്നെ പറയുന്നുണ്ട് എന്ന കാര്യം ട്രംപ് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നടക്കുന്ന ആക്രമണങ്ങൾ, അവിടെ ഇസ്രായേൽ ആരോപിക്കുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾ ഹമാസിലെ തന്നെ റിബൽ ഗ്രൂപ്പ് നടത്തുന്ന ആക്രമണങ്ങളാണ് എന്നാണ് താൻ മനസ്സിലാക്കുന്നതെന്ന് ട്രംപ് വിശദീകരിക്കുന്നു. ട്രംപിൻ്റെ അഡ്വൈസർ ജറേഡ് കുഷ്നർ വ്യക്തമാക്കുന്നുണ്ട് എങ്ങനെയാണ് നെതന്യാഹുവിനെ കൊണ്ട് ഖത്തറിനോട് ക്ഷമ പറയിപ്പിക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്, അതിലെ ട്രംപിൻ്റെ പങ്ക് എന്തായിരുന്നു, അത് എത്രമാത്രം കഠിനമായ പ്രോസസ്സായിരുന്നു എന്നത് ജറേഡ് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ആത്മാർത്ഥമായ ഇടപെടലുകൾ ട്രംപിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്ന കാര്യം നമ്മൾ കാണാതിരുന്നുകൂടാ. ഒരു പക്ഷേ ട്രംപിൻ്റെ സമ്മർദ്ദങ്ങൾക്ക് നെതന്യാഹു വഴങ്ങാതിരിക്കുന്ന സാഹചര്യമാണോ ഇവിടെ സംജാതമാകുന്നത്? ഈ അറബ് രാഷ്ട്രങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്നു, ഖത്തറിനെ മെരുക്കുന്നതിന്, ഖത്തറാണ് ഇതിന് വളരെ മുൻകൈയെടുത്തിട്ടുള്ള ഒരു അറബ് രാഷ്ട്രം, അവരെ വീണ്ടും ടേബിളിന് മുന്നിലേക്ക് കൊണ്ടുവരുന്നതിൽ, അവരോട് മാപ്പ് പറയിക്കുന്നതിലൊക്കെ ട്രംപ് ഇടപെടുന്നുണ്ട്. അങ്ങനെ നെതന്യാഹു ഒരു പക്ഷേ ട്രംപിൻ്റെ നിർദ്ദേശങ്ങൾ മറികടക്കുന്നതാണോ, നെതന്യാഹുവിനെ ട്രംപിന് വരുതിയിൽ നിർത്താൻ കഴിയാതെ പോകുന്നതാണോ? എങ്ങനെയാണ് താങ്കൾ അതിനെ നോക്കിക്കാണുന്നത്? ഇതിൻ്റെ അകത്ത് നേരത്തെ പറഞ്ഞ പോലെ രണ്ടു കൂട്ടരുടെയും ലാബ്സ് ഉണ്ടാകുമ്പോൾ ആരെയാണ് ട്രംപിന് കൺട്രോൾ ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ചോദ്യമുണ്ട്. അതായത് ട്രംപിന് പ്രഷർ ചെലുത്തിക്കൊണ്ട് ഇവരെ ആരെങ്കിലും കൊണ്ട് സീസ് ഫയർ നടപ്പാക്കാൻ സാധിക്കുമോ എന്നുള്ള ചോദ്യം. അതിനകത്ത് ട്രംപിന് ആകെ ചെയ്യാൻ, ഇപ്പൊ ഇസ്രായേലിന് മേൽ വേണമെങ്കിൽ ട്രംപിന് ഡയറക്ട്ലി ഒരു ലിവറേജ് ഉണ്ടെന്ന് വേണേൽ പറയാം. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരുടെ മിലിറ്ററി ഫണ്ടിങ് $3.8 ബില്യൺ ഫണ്ടിങ് ആണ് ഓരോ വർഷവും അമേരിക്ക നൽകുന്നത്. ടെക് സപ്പോർട്ട് ഉണ്ട്, സർവേലൻസ് സപ്പോർട്ട് ഉണ്ട്, ഇന്റലിജൻസ് സപ്പോർട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അതുകൂടാതെ ഏത് സമയത്ത് എന്ത് ചെയ്താലും ഇന്റർനാഷണൽ ഫോറംസിൽ UN-ലൊക്കെ വീറ്റോ പവർ കൊണ്ട് ഇസ്രായേലിനെ രക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. വേണമെങ്കിൽ അമേരിക്കയ്ക്ക് ട്രംപിന്റെ പേഴ്സണൽ നേട്ടത്തിന് വേണ്ടി, അമേരിക്ക യൂഷ്വലി അങ്ങനെ ചെയ്യില്ല ഇസ്രായേലിനോട്, പക്ഷെ ട്രംപ് അങ്ങനെ ചെയ്തു എന്ന് കരുതുക. അതായത് ഇനി മുതൽ വീറ്റോ പവർ നിങ്ങൾക്ക് വേണ്ടി എക്സസൈസ് ചെയ്യാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല, അല്ലെങ്കിൽ ഇനി മുതൽ നിങ്ങൾക്ക് ഫണ്ടിങ് തരുന്നില്ല, മിലിറ്ററി എയ്ഡ് തരുന്നില്ല, ഇന്റലിജൻസ് തരുന്നില്ല എന്ന് ട്രംപ് പറയുന്നത് ഈ പാനൽ തോന്നുന്നുണ്ടോ? ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വളരെ വളഞ്ഞു ചുറ്റിയ ഒരു ബന്ധമാണ് അമേരിക്കയായിട്ടുള്ളത്. ഞാൻ മുമ്പൊരു ചർച്ചയിൽ നമ്മളൊരു ചോദ്യം ചോദിച്ചിരുന്നു, അതിനുള്ള ഉത്തരം ഞാൻ പറഞ്ഞ അമേരിക്ക ഇസ്രായേലിനെയാണോ ഇസ്രായേൽ അമേരിക്കയാണോ പേടിക്കുന്നത് എന്നുള്ളത് വേണം ജനങ്ങൾ തിരിച്ചറിയാൻ. അതായത് അമേരിക്കയ്ക്ക് ഒരു ലെവൽ വരെ ഇസ്രായേലിന് അമേരിക്കയ്ക്ക് മേൽ ലിവറേജ് ഉണ്ട്. അതിൻ്റെ അകത്ത് ഒരുപാട് ഹിസ്റ്ററി ഉണ്ട് പറയാൻ, അതിലോട്ട് പോകുന്നില്ല. അതുകൊണ്ട് തന്നെ ട്രംപിന് ഒരു പരിധി വിട്ട് ഇസ്രായേലിനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇതൊക്കെ നമുക്ക് ഫാക്ച്വലി പറയാം. വീറ്റോ പവർ എടുത്ത് മാറ്റിക്കൂടെ, അല്ലെങ്കിൽ അത് എക്സസൈസ് ചെയ്യാതിരുന്നൂടെ, പൈസ കൊടുക്കാതിരുന്നൂടെ, മിലിറ്ററി എയ്ഡ് കൊടുക്കാതിരുന്നൂടെ എന്നൊക്കെ പറയാം, എന്നല്ലാതെ ചെയ്യാൻ പറ്റില്ല. ഹമാസിനെ സംബന്ധിച്ചിടത്തോളം ട്രംപിന് ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഒന്ന്, നേരത്തെ പലതവണ സൂചിപ്പിച്ച പോലെ ഹമാസ് ഒരു സ്റ്റേറ്റ് ആക്ടർ അല്ല. അതുകൊണ്ട് തന്നെ ഡയറക്ട്ലി അമേരിക്ക അവരെ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ആയിട്ടാണ് കാണുന്നത്. ടെററിസ്റ്റുകളുമായിട്ട് അമേരിക്ക നെഗോഷിയേറ്റ് ചെയ്യാറുമില്ല. അപ്പൊ അങ്ങനെയുള്ളപ്പോൾ എന്താണ് ട്രംപിന് ചെയ്യാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, അറബ് നേഷൻസ് ആയ ഖത്തറോ ടർക്കിയോ ഈജിപ്റ്റോ ആയിട്ട് ബന്ധപ്പെട്ട് അവരുടെ മേൽ പ്രഷർ ചെലുത്തിക്കൊണ്ട് ഹമാസിനെ കൊണ്ട് ഒരു അംഗീകരിപ്പിക്കുക എന്നുള്ളതാണ് ട്രംപിന് ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ അതും ഞാൻ ഈ ഹൊറൈസണിൽ കാണുന്നില്ല. കാരണം ഇരു കൂട്ടർക്കും, അതായത് ഹമാസിനായിക്കോട്ടെ ഇസ്രായേലിനായിക്കോട്ടെ, നേരത്തെ പറഞ്ഞ പോലെ വ്യക്തമായിട്ടുള്ള അജണ്ട ഇതിന് പിന്നിലുണ്ട്. നേരത്തെ താങ്കൾ സൂചിപ്പിച്ച കാര്യം വളരെ കറക്റ്റാണ്. അതായത് ഇത് സംശയിക്കേണ്ടിയിരിക്കുന്നത്, അതായത് എങ്ങനെയെങ്കിലും ഹോസ്റ്റേജസിനെ തിരികെ എത്തിച്ച് അടുത്ത ഫേസ് 2 എന്ന് പറയുന്ന ഫേസ് 2 ഓഫ് വാറിലോട്ട് തന്നെ കടക്കുക എന്നുള്ളതായിരുന്നോ ട്രംപിന്റെ ഉദ്ദേശം എന്നൊരു ചോദ്യചിഹ്നമുണ്ട്. ഇനി ഹമാസിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് ഏറെക്കുറെ തെളിഞ്ഞു വരുന്നത് പബ്ലിക് മാധ്യമങ്ങൾ പോലും. ഇപ്പൊ കഴിഞ്ഞ ദിവസം മുഹമ്മദ് നസൽ എന്ന് പറഞ്ഞ ഹമാസിന്റെ പോളിറ്റ് ബ്യൂറോയുടെ മെമ്പർ ആയിട്ടുള്ള അദ്ദേഹം റോയിട്ടേഴ്സിന് കൊടുത്ത ഇന്റർവ്യൂവിൽ വ്യക്തമായിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇപ്പം തിരിച്ചു വന്ന് പോസ്റ്ററിംഗ് നടത്തിയതിനെ അനുകൂലിക്കുന്നുണ്ടെന്ന് ചോദിച്ചപ്പോൾ തീർച്ചയായിട്ടും അനുകൂലിക്കുന്നു, ഞങ്ങൾക്കത് ചെയ്യേണ്ടി വന്നു, ഞങ്ങളത് ചെയ്തൊരു തെറ്റല്ല എന്നവർ പറയുന്നു. ഡിസാർമമെന്റിനെ കുറിച്ച് ചോദിച്ചപ്പോഴത്തേക്കും സംസാരിക്കുന്നില്ല, അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ഉത്തരം പറയാൻ സമയമായിട്ടില്ല എന്ന് പറയുന്നു. അതേപോലെ ഇസ്രായേലിനെ പതിവ് പോലെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ഇതിന് ഒരു ട്രാൻസിഷൻ പീരീഡ് ഉണ്ടെങ്കിൽ 5 വർഷം ട്രാൻസിഷൻ പീരീഡ് തരാം, ആ സമയത്ത് പക്ഷെ ഹമാസിന് തന്നെ കൺട്രോൾ വേണമെന്ന് പറയുന്നു. അപ്പൊ അതൊക്കെ അവരുടെ ഇത്രയും നാളത്തിലുള്ള വാക്കാലുള്ള കാര്യങ്ങൾ, കമന്റ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ആക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ശ്രീ PM നാരായണൻ പറഞ്ഞ പോലെ അതിൻ്റെ അകത്ത് ഹമാസിന് എത്രത്തോളം താല്പര്യം ഈ സീസ് ഫയർ നടത്തി കിട്ടണമെന്നുണ്ട് എന്ന് കരുതുന്നില്ല. പിന്നെ നേരത്തെ ശ്രീ PM നാരായണൻ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു, അതായത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം താങ്കൾ ചോദിച്ച ചോദ്യത്തിന് ഒന്നുകൂടെ വ്യക്തമായിട്ടുള്ള മറുപടി അദ്ദേഹം പറഞ്ഞു. അതായത് ഇസ്രായേൽ ഒരു സ്റ്റേറ്റ് ആക്ടറാണ്, ഹമാസ് ഒരു സ്റ്റേറ്റ് ആക്ടർ അല്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇസ്രായേലിന് കുറച്ച് റെസ്പോൺസിബിലിറ്റി ആകാം ഈ കാര്യത്തിൽ എന്ന് ഇരുന്നാലും
രണ്ടു കൂട്ടരുടെയും ലാപ്സും രണ്ടു കൂട്ടരും മനഃപൂർവ്വമായിട്ട് തന്നെ താമസിപ്പിക്കുകയാണെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. തീർച്ചയായും.